കേരള കോൺഗ്രസിൻ്റെ മാത്രമല്ല, വ്യക്തമായ നിലപാട് കേരള സംസ്ഥാനത്തിൻ്റെ പുതിയ ഡാം വേണം എന്ന് തന്നെയാണ്. അവിടെ വെച്ചിരിക്കുന്ന മുദ്രാവാക്യം മറ്റൊന്നുമല്ല, വെള്ളം തമിഴ്നാടിന്, സുരക്ഷിത അത് കേരളത്തിലെ ജനങ്ങൾക്ക്, ആ മേഖലയിലെ ജനങ്ങൾക്ക്. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഇത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് തീർച്ചയായും ഇതിൻ്റെ കോടതി പറഞ്ഞിട്ടുള്ള കൃത്യമായ DPR ഉണ്ടാക്കിയിട്ടുണ്ട് കാര്യങ്ങൾ. ഇപ്പോൾ ഇതിന് വേണ്ടത് കേന്ദ്ര സർക്കാർ ഇത് ഏതെങ്കിലും ഒരു എന്താണ് ഒരു പ്രസ്റ്റീജായിട്ട് എടുക്കേണ്ട കാര്യമല്ല. ഇത് കൃത്യമായി നമുക്കറിയാം. ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ വ്യതിയാനവും ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ തീർച്ചയായും ഇത് വളരെ ഗൗരവത്തോടുകൂടി എടുത്ത് സ്പീഡി ആയിട്ടുള്ള ഡിസിഷൻ വരണം. ആ ഡിസിഷൻ വരുമ്പോൾ ഇതിൻ്റെ ക്ലിയറൻസ് ഫസ്റ്റ് തരേണ്ട എൻവയോൺമെൻറ്റാണ്, എൻവയറമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിനുശേഷം വാട്ടർ റിസോഴ്സാണ് ഇതിൻ്റെ ഡാമുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് കൃത്യമായി ഇതിൻ്റെ ആർഗ്യുമെൻ്റ് വന്നുകൊണ്ടിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള. പക്ഷേ ഇത് പറയുമ്പോഴും ഒരു സെൻസിറ്റീവായിട്ട് നമ്മൾ തമിഴ്നാടുമായിട്ട് ഒരു പോരാട്ടം നടത്തിയല്ല. പക്ഷെ അതൊരു സൗഹാർദ്ദത്തിൽ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ ഒരു സംശയവുമില്ല, ഇന്നല്ല നാളെ പുതിയ ഡാം അവിടെ വന്നേ പറ്റൂ, അത് വരണം, യാതൊരു സംശയവുമില്ല. പുതിയ ഡാം നിർമ്മിക്കേണ്ടതുണ്ട്. ഡാം മാനേജ്മെന്റ് അതോറിറ്റി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടതല്ല, ഈ MK സ്റ്റാലിനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന വ്യക്തിപരമായ അടുപ്പം ഇതടക്കം ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു സമയം കൂടിയല്ലേ ഇപ്പോൾ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അതെപ്പോഴാണ്? അല്ല, അതാണല്ലോ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ. ഇത് തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ടും അവരുമായിട്ട് സഹകരിച്ചും അവരുമായി ചർച്ച നടത്തിയും എത്രയോ ഇനിയിപ്പോൾ ഔട്ട് ഓഫ് കോർട്ടിൽ സെറ്റിൽമെന്റ് നടത്താൻ പറ്റുന്നതാണ്, നടത്തണമല്ലോ. പക്ഷേ ഇതിപ്പോൾ കോടതിയിൽ കിടക്കുന്നു. തമിഴ്നാട്ടിൻ്റെ അവിടുത്തെ ഒരു വികാരമായി അവരങ്ങനെ നിൽക്കുന്നു. നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ജീവന്റെ പ്രശ്നമാണ്. അപ്പോൾ ഇത് നമുക്ക് ആ പുതിയ ഡാം വന്നേ പറ്റൂ. അതിനുള്ള എല്ലാ പ്രിപ്പറേഷൻസും നമ്മൾ നടത്തി കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വയനാട്ടിൽ ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം ആളുകൾക്കിടയിൽ വീണ്ടും ഒരു ഘട്ടമായിട്ട് ആദ്യം ഭയങ്കരമായിട്ട് കൂടുന്നൊരു സാഹചര്യം. സർക്കാർ അതിലൊരു വ്യക്തത വരുത്തേണ്ടതല്ലേ? അല്ല, ഏത് കാര്യത്തിൽ സർക്കാർ? മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ തന്നെ അതെ, മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ ഞാൻ സൂചിപ്പിച്ചത്, മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാട് സംസ്ഥാന സർക്കാരിൻ്റെയും ഈ കേരള കോൺഗ്രസ് എമ്മിൻ്റെയും പുതിയ ഡാം നിർമ്മിക്കണം, എത്രയും പെട്ടെന്ന് നിർമ്മിക്കണം. അതിനുള്ള അനുവാദവും അത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ലഭിക്കണം. ഇപ്പോൾ സുപ്രീം കോടതി നിൽക്കുന്നു. വളരെ ശക്തമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങളാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിന്റെ ഒരു ആര് മധ്യസ്ഥ എടുത്താലും നമുക്കിത് പ്രയോജനമായി കിട്ടണം. ആരെടുത്താലും ഒരു കുഴപ്പമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. കോടതിയിൽ കിടക്കുന്ന ഒരു കാര്യം, അവരുടെ തമിഴ്നാടിൻ്റെ ഒരു വികാരം, അവർക്കൊരു സംശയം ഉള്ളതായിരിക്കാം. ചിലപ്പോൾ വെള്ളം ലഭിക്കാതെ വരും പുതിയ ഡാം നമ്മൾ കൃത്യമായി പറഞ്ഞു, കൃത്യമായ എഗ്രിമെൻറ്റോടുകൂടി അതിനകത്ത് വെള്ളം നിങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനകത്തൊരു വിട്ടുവീഴ്ചയില്ല. അതിനകത്ത് തീർച്ചയായിട്ടും ഒരു ഡാമാണ് നമുക്ക് വേണ്ടത്. അത് നമ്മുടെ സുരക്ഷിതമാണ്. അത് തമിഴ്നാട്ടിലെയും കൂടെ ഒരു വിശാല മനസ്സോടുകൂടി അവർ ഇത് മനസ്സിലാക്കുമെന്നാണ് കരുതുന്നത്. ഹൃദയ വിശാലതയോടുകൂടി അത് നമ്മുടെ സുരക്ഷിതരുടെ ആവശ്യമാണ്. വെള്ളം അവർക്കുള്ളതാണല്ലോ. നമ്മുടെ ഈ ബഫർ സോണുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഏറ്റവും, അതായത് എംപവർ കമ്മിറ്റിയെ ബ്രീഫ് ചെയ്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് കേരള കോൺഗ്രസ് എമ്മാണ് മുഴുവൻ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് അവരുമായിട്ട് ഒരു 2 മണിക്കൂറോളം ഇരുന്ന്. കാരണം അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത സുപ്രീം കോടതിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വളരെയധികം പ്രയോജനങ്ങൾ കിട്ടി. കാരണം അതിനകത്ത് നാഷണൽ പാർക്കും അതുപോലെ തന്നെ വന്യമൃഗ സംരക്ഷണ നമ്മുടെ നാഷണൽ പാർക്കും അതുപോലെ തന്നെ വൈൽഡ് സാങ്ച്വറിയുമായി ബന്ധപ്പെട്ട് അത് നേരത്തെ ബഫർ സോൺ 1 കിലോമീറ്റർ നമ്മുടെ ഹാബിറ്റാറ്റ് ഏരിയയിലേക്ക് വെക്കണം എന്ന് പറഞ്ഞതിൽ ഒരു റിലാക്സേഷൻ കിട്ടിയത് ആ ഡേറ്റാസും അതോടൊപ്പം തന്നെ അതിനകത്തുണ്ടായ ആർഗ്യുമെൻറ്റുമാണ്. ആ രീതിയിൽ ഇതിനെ കാണേണ്ടതുണ്ട്. കാരണം നമ്മുടെ ഭൂമിയുടെ രീതിയും നമുക്കുള്ള റെസ്ട്രിക്റ്റഡ് ഏരിയയും നമുക്ക് കൃഷി ചെയ്യാൻ ഡെവലപ്മെൻറ്റ് നടത്താനുള്ള ഏരിയയും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ പ്രാക്ടിക്കലായിട്ടുള്ള പ്രോബ്ലവും നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ കണ്ടാൽ നമുക്കിത് പ്രയോജനകരമായി കേൾക്കാം. ഞാനിത് പറയുമ്പോഴും വനത്തിൻ്റെ വിസ്തീർണം കുറയുന്നില്ല.
കാരണം ഏറ്റവും കൂടുതൽ കേരള സംസ്ഥാനത്ത് അല്ല ഇന്ത്യ രാജ്യത്ത് സൗത്ത് ഇന്ത്യ എടുത്ത് നോക്കിയാൽ നമുക്ക് ഏതാണ്ട് 26% വനമുണ്ട്. ഈ ചെറിയ നമ്മുടെ കൊച്ചു കേരളത്തിൽ. മറ്റൊക്കെ തമിഴ്നാടും ആന്ധ്രയും അതുപോലെ തന്നെ കർണാടക എടുത്താൽ 19-20 ഒക്കെ ഉള്ളൂ. ആ ഫോറസ്റ്റ് ഏരിയ, ഫോറസ്റ്റ് കവർ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ഫോറസ്റ്റ് കവർ ഏറ്റവും കൂടുതൽ 54% കേരള സംസ്ഥാനത്ത്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ളത് 20, 22, 23. ദേശീയ തലത്തിൽ 5 വർഷത്തിന് ശേഷം 33% ആക്കണമെന്നാണ് ലക്ഷ്യം കേന്ദ്രം ഇടുന്നത്. 5 വർഷത്തിന് ശേഷം. ഇപ്പൊ ശരാശരി 25-26 ഉള്ളൂ. നമ്മളിപ്പോൾ തന്നെ 54% ഫോറസ്റ്റ് കവർ. അപ്പോൾ ആ ഫോറസ്റ്റ് കവർ അത്രയും ഉണ്ടെങ്കിൽ അവിടെ ഒന്നും കയ്യേറ്റം കൊണ്ടല്ല, ഈ പരിസ്ഥിതിയെ സംരക്ഷിച്ചത് മുഴുവൻ കർഷകരും അതുപോലെ കർഷക തൊഴിലാളികളുമാണ്. അതാണ് അതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്, അതിൻ്റെ ഒരു മെയിൻ ആർഗ്യുമെന്റ്. അത് വെച്ചുകൊണ്ട് തന്നെയാണ് ബഫർ സോണിൽ നമുക്ക് ഒരു അല്പമെങ്കിലും ആശ്വാസം, അപ്പോഴല്ല നമുക്ക് ആശ്വാസം കിട്ടും. അപ്പം ഈ പർട്ടിക്കുലർ കേസും ആ ഒരു ആംഗിളും നമ്മൾ എടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതിനൊരു ശാശ്വത പരിഹാരത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയും.